അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അഹ്ലിസ് സുദ്ഖി വൽ വഫ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, വണ്ടൂർ ജാമിഅ വഹബിയ്യ അറബിയയുടെ വജ്ര ജൂബിലി ആഘോഷത്തിനോടനുബന്ധിച്ച് നടത്തിവരുന്ന 60 പ്രഭാഷണങ്ങളിലെ ഇന്നത്തെ വിഷയം ഷാഫിഈ മദ്ഹബ് എന്നതാണ്. പ്രിയമുള്ളവരെ, ഇതര മതങ്ങളിൽ നിന്നും ഭിന്നമായി സത്യദീൻ സവിശേഷപ്പെട്ടു നിൽക്കുന്നതിൽ ഗണ്യമായ സ്വാധീനമുള്ള ഒരു ഘടകമാണ് മദ്ഹബുകൾ. മനുഷ്യ ജീവിതത്തിലെ അതിസൂക്ഷ്മമായ മേഖലകളെപ്പോലും സമഗ്രമായി വിലയിരുത്തിയിട്ടുള്ള പരമാവധി കുറ്റമറ്റ നിയമസംഹിത കൂടിയാണത്. മനുഷ്യ ജീവിതത്തിലെ സകല ആട്ടനക്കങ്ങൾക്കും അല്ലാഹുവിൻ്റെ വിധി ബാധകമാണ്. ഈ വിധിക്ക് അതീതമായി ഒരു ജീവിത വ്യവഹാരവുമില്ല. നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തുന്നു, ലാ തഖ്ലു വാഖിഅത്തുൻ അൻ ഹുക്മില്ലാ, അല്ലാഹുവിൻ്റെ ദീനിൽ വിധി ഇല്ലാത്തതായി ഒരു കാര്യവുമില്ല. അഥവാ വ്യക്തമായോ അവ്യക്തമായോ അള്ളാഹുവിൻ്റെ വിധി ശറഇൽ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ഒരു കാര്യവുമില്ലെന്ന് ചുരുക്കം. എന്നാൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളിൽ അള്ളാഹുവും റസൂലും വ്യക്തമായും വിവരിച്ചു തന്ന ഒരിനമെന്ന പോലെ വിവരിക്കപ്പെടാത്ത ഒരു ഗണവുമുണ്ട്. ഈ ഇനം പക്ഷേ സമൂഹത്തിലെ ന്യൂനപക്ഷമായ മുജ്തഹിദുകൾക്ക് മാത്രമാണ് അറിയുക. വിധിവിലക്ക് വ്യക്തമായതിൽ നിന്നാണ് അവർ അവ്യക്തമായതിൻ്റെയും വിധികൾ കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തലിന് അംഗീകൃതമായ രീതിയും ശൈലിയും ശരിയായ മാനദണ്ഡങ്ങളുമുണ്ട്. നിയമാനുസൃതമായ ഈ വിധി കണ്ടെത്തലിനെ പറ്റിയാണ് ഗവേഷണമെന്ന് പറയപ്പെടുന്നത്. ഇജ്തിഹാദ്, ഇസ്തിദ്ലാല്, ഇസ്തിംബാത്ത് എന്നെല്ലാം സാങ്കേതികമായി പറയുന്നതും ഇതിനു തന്നെയാണ്. ഇതിനർഹതയുള്ള പണ്ഡിതനെ മുജ്തഹിദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇത്തരം മുജ്തഹിദുകൾ ഖുർആനിലും സുന്നത്തിലും വ്യക്തമാക്കാത്ത വിഷയങ്ങളുടെ മതവിധികൾ പ്രാമാണികമായി പ്രഖ്യാപിക്കുന്നു. ഇതവർ രഹസ്യമായി ചെയ്യുന്ന ഒരിടപാടല്ല. തങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കുന്ന മതവിധികൾ പ്രമാണങ്ങൾ കൊണ്ട് സമർത്ഥിക്കാനും തെളിയിക്കാനും അവർ സന്നദ്ധരാണ്. ഇങ്ങനെയുള്ള മുജ്തഹിദുകളുടെ പ്രമാണബദ്ധമായ ഗവേഷണ ഫലങ്ങൾ സമ്പൂർണമായി സമാഹരിച്ച് ശാസ്ത്രീയമായ ലെവലിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ട 4 കർമ്മശാസ്ത്ര സരണികൾ ഇന്ന് ലോകത്ത് പ്രസിദ്ധമായതുണ്ട്. അതിൽ 3ാമത് രൂപം കൊണ്ട സവിശേഷ സരണിയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷാഫിഈ മദ്ഹബ്. യുക്തിയുടെ തെളിച്ചമുള്ള കർമ്മശാസ്ത്രത്തിൻ്റെ വഴി തുറന്നുവിട്ട ഇമാം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം, അതായത് ഹിജ്റ 150-ൽ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നും 100-ൽ പരം കിലോമീറ്ററുകൾ അകലെ സ്ഥിതി ചെയ്യുന്ന ഗസ എന്ന നഗരത്തിലാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനം. പ്രതിഭാശാലികളുടെയൊക്കെ പതിവ് നിയോഗം പോലെ ഇമാം അവറുകളുടെ കുഞ്ഞുകാലത്തു തന്നെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു. ആലംബമറ്റ മാതാവും ആ ബാലനും ക്ലിഷ്ട ജീവിതമാണ് നയിച്ചത്. 7 വയസ്സിൽ തന്നെ ഇമാം അവറുകൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കുകയും 10 വയസ്സായപ്പോൾ അന്നു നിലവിലുള്ള ഏക ഹദീസു ഗ്രന്ഥമായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത എന്ന ഗ്രന്ഥം മനഃപ്പാടമാക്കുകയും ചെയ്തു. ഭാഷാപടുക്കളായ കവികളും സാഹിത്യകാരന്മാരുമായുള്ള സമ്പർക്കം വഴി അറബ് ഭാഷയിലും കവിതയിലും സാഹിത്യത്തിലും ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏറെ മുൻപനായി. അറബ് വംശജൻ, അറേബ്യൻ നാട്ടുകാരൻ, അറബ് ഭാഷയുടെ സുവർണകാലം തുടങ്ങിയ അനുകൂല സാഹചര്യങ്ങൾക്കൊപ്പം അസാധാരണമായ ഓർമ്മശക്തിയും അനുപമമായ ബുദ്ധിശക്തിയും സമ്മേളിച്ച മഹാനവറുകൾ ഏതാണ്ട് 20 വർഷക്കാലം തൻ്റെ പഠനവും മനനവും അക്ഷീണം തുടർന്നു. എല്ലാം കഴിഞ്ഞ് ഹിജ്റ 204-ൽ റജബ് മാസം അവസാനത്തെ രാത്രിയായ വെള്ളിയാഴ്ച രാവിൽ കൂരാക്കൂരിരുട്ടത്ത് ആ വിജ്ഞാന സൂര്യൻ അസ്തമിച്ചു. വെള്ളിയാഴ്ച അസർ നമസ്കാരാനന്തരം മിസ്റിലെ ഖറാഫയിൽ മഹാനവറുകളെ അടക്കം ചെയ്യപ്പെടുകയും ചെയ്തു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് 54 വയസ്സായിരുന്നു.
പ്രിയമുള്ളവരെ, ഷാഫിഈ മദ്ഹബിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ നമ്മുടെ മനോമുഖരത്തിലേക്ക് പ്രഥമമായും കടന്നു വരുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. ആരംഭ നബിതങ്ങൾ പറഞ്ഞു, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ. ഖുറൈശി വംശജനായ ഒരു പണ്ഡിതൻ ഭൂമിയുടെ സകല അടുക്കുകളും വിജ്ഞാനം കൊണ്ട് നിറയ്ക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസിൽ പ്രവചിച്ച പണ്ഡിതൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് ഞങ്ങൾ മുഹദ്ദിസുകൾ മനസ്സിലാക്കുന്നു. ശരിയാണ് പ്രിയമുള്ളവരെ, ഭൂമിയുടെ അടുക്കുകളിലെല്ലാം വിജ്ഞാനം കൊണ്ട് പ്രശോഭിതനായ ഒരു ഖുറൈശി വംശജൻ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാതെ മറ്റാരുമില്ല. ഈ പ്രസിദ്ധമായ ഹദീസ് മതി ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ സരണിയുടെ സ്വീകാര്യതയ്ക്കും അംഗീകാരത്തിനും ഏറെ ഉപോത്ബലകമായി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ്? തനിക്ക് മുൻപ് രൂപം കൊണ്ട ഹനഫി സരണിക്കും മാലിക്കി സരണിക്കും മധ്യയാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു കർമ്മശാസ്ത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ഈ രണ്ടു സരണികളും ഒന്നിച്ചു ചേർത്തു വായിക്കുവാനും വിലയിരുത്തുവാനും ചെറുപണം നടത്താനും രണ്ടു സരണികളിലെയും പ്രധാനികളുമായി സംവദിക്കുവാനും അതുവഴി ചിന്തകൾക്ക് തിളക്കം കൂട്ടുവാനും ഇമാം അവർക്ക് സാധിച്ചു. ഒപ്പം കൂടുതൽ മെച്ചപ്പെട്ട പ്രമാണങ്ങൾ കുറവുകൾ നികത്തി ദൃഢീകരിക്കാനും തൻ്റെ വീക്ഷണത്തിൽ പ്രബലമല്ലാത്തവ പ്രമാണങ്ങളുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാതിരിക്കാനും ഇമാം അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിലുപരിയായി സുദൃഢമായ കുറേ തത്വങ്ങളും മൗലികമായ കാഴ്ചപ്പാടുകളും കണ്ടെത്തി അതിനുമേൽ പടുത്തുയർത്തപ്പെട്ട ഒരു ശാസ്ത്രമാക്കി ഫിഖ്ഹിനെ, കർമ്മശാസ്ത്രത്തെ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു പുരോഗമിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, സംഭവിച്ചതും സംഭവിക്കാനിടയുള്ളതും സാങ്കല്പികവുമായ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം നിർദ്ദേശിക്കാനും കണ്ടെത്താനും കഴിയുന്ന ഒരമൂല്യ വിജ്ഞാന ശാഖയും ശാസ്ത്രവുമായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ പരിശ്രമം കൊണ്ട് ഇസ്ലാമിക ഫിഖ്ഹ്, ഇസ്ലാമിക കർമ്മശാസ്ത്രം വളർന്നു പന്തലിച്ചു. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ കർമ്മശാസ്ത്ര ചിന്തയുടെ പ്രമാണങ്ങളും അവലംബങ്ങളും ഏതാണെന്ന് അവിടുന്ന് തന്നെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. കിതാബ്, സുന്നത്ത്, ഇജ്മാഅ്, ഖിയാസ് എന്നീ സർവാംഗീകൃത ദലീലുകൾക്ക് പുറമെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ദലീലാക്കിയ ഇസ്തിദ്ലാൽ എന്ന പ്രമാണം കൂടിയുണ്ട്. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഗവേഷണ രംഗത്തേക്ക് കടന്നു വന്ന ശേഷം മഹാനവറുകളുടെ വീക്ഷണപ്രകാരമുള്ള അഭിപ്രായങ്ങൾ രണ്ടു ഘട്ടങ്ങളായാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന് ഖദീം, മറ്റൊന്ന് ജദീദ്. ബഗ്ദാദിലെ ജീവിതകാലത്താണ് മനുഷ്യന്റെ കർമ്മ മേഖലയിലെ എല്ലാ രംഗത്തെയും മതവിധികൾ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചു തുടങ്ങിയത്. എന്നാൽ ഹിജ്റ 190 ഈജിപ്തിലേക്ക് നീങ്ങുകയും 4-5 വർഷം അവിടെ താമസിക്കുകയും ചെയ്തതിൻ്റെ ശേഷമുള്ള കാലയളവാണ് ഇമാം അവറുകളുടെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവായത്. ഈജിപ്തിലെത്തും മുമ്പുള്ള വീക്ഷണങ്ങളും ചിന്തകളും എല്ലാം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തതനുസരിച്ചു ശിഷ്യന്മാർ ക്രോഡീകരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയുമായിരുന്നു. ഇതാണ് ഇമാം അവറുകളുടെ ഖദീമായ മദ്ഹബ്. എന്നാൽ ഈജിപ്തിലെത്തിയ ശേഷം തൻ്റെ വീക്ഷണങ്ങളെ ഇമാം അവർകൾ പുനരവലോകനം ചെയ്യുകയും ഗവേഷണപരമായി വിഷയങ്ങളെ ഒന്നുകൂടി അപഗ്രഥനം നടത്തുകയുമായിരുന്നു. അതിൽ ഖദീമായ അഭിപ്രായങ്ങളിൽ വലിയൊരളവോളം തിരുത്തി എഴുതുകയും ചിലതെല്ലാം കൂടുതൽ പ്രമാണങ്ങളോട് ബന്ധപ്പെടുത്തി സമർത്ഥിക്കുകയും ചെയ്തു. ഇതാണ് ഇമാം അവറുകളുടെ ജദീദായ മദ്ഹബ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണങ്ങളെ രണ്ടു ഘട്ടങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഖദീം എന്നും ജദീദ് എന്നും. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗാനന്തരം ഏതാണ്ട് 2 നൂറ്റാണ്ടുകാലം തുടർന്നു വന്ന ഗവേഷണ പഠനങ്ങൾ വെച്ച് മദ്ഹബിനെ ഉദ്ധരിക്കുന്നതിൽ ത്വരീഖത്തുൽ ഇറാഖിയീൻ, ഇറാഖി ചേരിയെന്നും ത്വരീഖത്തുൽ ഖുറാസാനിയീൻ, ഖുറാസാനി ചേരി എന്നിങ്ങനെ 2 ചേരികൾ രൂപം കൊണ്ടു. ബഹുമാനികളെ, ഷാഫിഈ മദ്ഹബിനെ നുകർന്നും പകർന്നും ഇറാഖ് കേന്ദ്രമാക്കി വളർന്നവരും ഗുരു ശിഷ്യന്മാരുമാണ് ഇറാഖി ത്വരീഖത്തുകാർ എന്നറിയപ്പെടുന്നവർ.
വടക്കുകിഴക്കൻ ഇറാനും വടക്കൻ അഫ്ഗാനിസ്ഥാനും ഉൾക്കൊള്ളുന്ന ഭൂപ്രദേശത്തിന്റെ പഴയ നാമമായ ഖുറാസാൻ കേന്ദ്രമായുള്ളവരാണ് ഖുറാസാനി ത്വരീഖത്തുകാർ എന്നറിയപ്പെടുന്നവർ. ഉദ്ദേശം ഹിജറ 400-കളിലാണ് മദ്ഹബിനെ ഉദ്ധരിക്കുന്നതിൽ ഇങ്ങനെ 2 ചേരികൾ ഉടലെടുത്തത്. ഈ 2 ചേരികളിൽ നിന്നും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവനകളും മദ്ഹബിന്റെ അടിസ്ഥാന തത്വങ്ങളും സഹയാത്രികരായ അസ്ഹാബിന്റെ ഗവേഷണ ഫലങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. മദ്ഹബ് ഉദ്ധരിക്കുന്നതിൽ 2 വിഭാഗത്തെയും അവലംബിക്കപ്പെടാമെങ്കിലും ഇറാഖികളായ അസ്ഹാബിന്റെ ഉദ്ധരണമാണ് കൂടുതൽ വിശ്വാസയോഗ്യവും സുദൃഢവുമെന്നും അതേസമയം ശാഖോപശാഖകൾ ചർവണം നടത്തിക്കൊണ്ടുവരുന്നതിൽ മുൻപന്മാർ ഖുറാസാനികളാണെന്നും ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാം അവറുകളുടെ ഖൗലും മുൻഗാമികളുടെ വജ്ഹുകളും ഉദ്ധരിക്കുന്നവർ ഇവിധം 2 ചേരികളായി വേർപിരിഞ്ഞ കാലയളവിനെ അടിസ്ഥാനമാക്കിയാകാം ശാഫിഈ മദ്ഹബിലെ ഇമാമുകൾ ഹിജറ 400-ന് മുമ്പുള്ളവരെ മുഖദ്ദിമുകൾ എന്നും ശേഷമുള്ളവരെ മുതഅഖിറുകൾ എന്നും വേർതിരിക്കപ്പെട്ടത്. ഹിജറ 400-ന് മുമ്പുള്ളവരെ മുതഖദ്ദിമുകൾ മുൻഗാമികളെന്നും 400-ന് ശേഷമുള്ളവരെ മുതഅഖിറുകൾ പിൻകാലക്കാർ എന്നും വേർതിരിക്കപ്പെട്ടത്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവും ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവും മുതഖദ്ദിമുകൾ മുതഅഖിറുകൾ എന്ന് പറയുമ്പോഴും വിവക്ഷിക്കപ്പെടുന്നത് ഹിജറ 400-ന് മുമ്പുള്ളവരും പിമ്പുള്ളവരും എന്നു തന്നെയാണ്. ചുരുക്കത്തിൽ പ്രിയമുള്ളവരെ, കാലാന്തരത്തിൽ 2 വിഭാഗമായി വഴിപിരിഞ്ഞ മദ്ഹബിന്റെ ഉദ്ധാരകരും അവരെ അനുഗമിച്ചു മുന്നോട്ട് നീങ്ങിയ ഇമാമുകളും വർദ്ധിച്ചു. മൗലികവും വ്യാഖ്യാനങ്ങളുമായി 100 കണക്കിന് ഗ്രന്ഥങ്ങളുടെ സഹസ്രക്കണക്കിന് വാള്യങ്ങൾ കുമിഞ്ഞുകൂടി. ഇവയിൽ നിന്നെല്ലാം കൂടി ശാഫിഈ മദ്ഹബിനെ മനസ്സിലാക്കിയെടുക്കലും സമർത്ഥിക്കലും ദുഷ്കരമായി വന്ന ഹിജറ 7-ാം ശതകത്തിലെ പ്രതിസന്ധി വേളയിലാണ് ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവും ഇമാം നവവി റളിയല്ലാഹു അൻഹുവും ഇവയിൽ നിന്നെല്ലാം കൂടി ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണം ശുദ്ധീകരിച്ചെടുക്കുക എന്ന ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കുവാൻ മുന്നോട്ട് വന്നത്. ഹിജറ 623-ൽ വഫാത്തായ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹുവും ഹിജറ 676-ൽ വഫാത്തായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹുവും 7-ാം നൂറ്റാണ്ടിന്റെ 1/4 ഭാഗം പിന്നിട്ടപ്പോഴേക്ക് ഈ മഹത്തായ ദൗത്യം ഭംഗിയായി സുന്ദരമായി നിർവഹിച്ചു. ഇതുകൊണ്ടാണ് ഇമാം റാഫിഈ തങ്ങളെയും ഇമാം നവവി തങ്ങളെയും മദ്ഹബിന്റെ മുഹദ്ദിറുകൾ എന്നറിയപ്പെട്ടത്. ശാഫിഈ മദ്ഹബ് സംബന്ധിച്ച് ഹ്രസ്വമായ ഈ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.